വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പ്രിയപ്പെട്ട കുട്ടികളെ, 9ാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് 12ാം തീയതി എക്സാം ആണ്. ഹിന്ദി എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സെക്കൻഡ് ടൈമിൽ വരുന്ന ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ആൻസർ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്കിതൊരു പാസേജ് തന്നിട്ടുണ്ട്. ഇത് ജബ് ഗാന്ധിജി കി ഗഡി ചോരി ചലി ഗയി എന്ന പാഠത്തിലെ ഒരു ലേഖനത്തിൻ്റെ ഒരു അംശമാണ് തന്നിട്ടുള്ളത്. പ്രശ്ന ഏക് ഔർ ദോ കെ ഉത്തർ ലിഖി. അപ്പോൾ 1ൻ്റെയും 2ൻ്റെയും ക്വസ്റ്റ്യന് ഈ ഒരു പാസേജ് യൂസ് ചെയ്തിട്ട് ഉത്തരം എഴുതണം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, അത് ഗ്രാമറാണ്. സർവനാം സഹി വികൽപ്പ് ചുൻകർ ലിഖി. ഇതിൽ ശരിയായത് എഴുതാനാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ബി ആണ് ശരി, വഹ് പ്ലസ് മേം ഉസ്മേം. അടുത്ത ക്വസ്റ്റ്യൻ, रेल यात्रा के बीच में गांधी जी की गड़ी चोरी चली गई, इस प्रसंग में गांधी जी की ഡയറി തയ്യാർ കരേം. യാത്ര ചെയ്യുമ്പോൾ ഗാന്ധിജിയുടെ വാച്ച് മോഷണം ചെയ്യപ്പെട്ടു ഇല്ലേ. അപ്പോൾ ഈ ഒരു സംഭവത്തെക്കുറിച്ച് ഗാന്ധിജി ഡയറി എഴുതുന്നു. അപ്പോൾ ആ ഡയറിയാണ് നിങ്ങളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഡയറിയുടെ ഫോർമാറ്റൊക്കെ എഴുതിയിട്ട് കറക്റ്റായിട്ട് ആ ഒരു ഡയറി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. അടുത്തത്, फुटबॉल के दिल का राजा लेख का यह अंश पढ़े और 3 से 5 तक के प्रश्नों के उत्तर लिखे. നമ്മുടെ പെലയുടെ പാഠത്തിൽ ഒരു ഭാഗം തന്നിട്ടുണ്ട്. 3 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഈ ഒരു പാഠത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സഹി വികൽപ്പ് ചുൻകർ ലിഖി. ഇതിൽ ശരിയായത് എഴുതാനാണ്. അപ്പോൾ നിങ്ങൾ നമ്പേഴ്സ് പഠിച്ചാലാണ് ഇത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഇതിൽ ഏതാണ് ശരിയെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ് ശരി. 1977 1977 എന്നാണ് പറയുക. അടുത്ത ക്വസ്റ്റ്യൻ, വിശേഷൻ ശബ്ദ ചുൻകർ ലിഖി. ഇത് ഉറപ്പായിട്ടും വരും ഈ ഒരു ക്വസ്റ്റ്യൻ. വിശേഷൻ ശബ്ദം എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബിങ് വേർഡ്, അഡ്ജക്റ്റീവ് ഏതാണെന്നാണ്. അപ്പോൾ ഇതിൽ ഒരെണ്ണം എന്താണ് ഡിസ്ക്രൈബിങ് വേർഡാണ്. ഫുട്ബോൾ, ലംബി, മൃത്യു, സാൽ. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഫുട്ബോള്, ലംബി എന്ന് പറഞ്ഞാൽ നീളമുള്ള, മൃത്യു എന്ന് പറഞ്ഞാൽ ഡെത്ത് മരണം, സാൽ എന്ന് പറഞ്ഞാൽ വർഷം. അപ്പോൾ ഇതിൽ ഏതാണ് ഡിസ്ക്രൈബിംഗ് വേർഡായിട്ട് വരുന്നത്? ലംബിയാണ് കേട്ടോ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സങ്കേതം കി സഹായത സെ പെലേക്ക് ജീവനി തയ്യാർ കരേം. കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. പെലേനെ കുറിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റിയ കുറച്ച് ഹിൻസ് തന്നിട്ടുണ്ട്. ഈ ഹിൻസ് യൂസ് ചെയ്തിട്ട് പെലയുടെ ജീവനി എഴുതണം. അപ്പോൾ നമുക്ക് ഇതും യൂസ് ചെയ്യാം, പിന്നെ പാസേജിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ട്ബുക്കിൽ പെലയുടെ ജീവനിയൊക്കെ എഴുതി തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് പഠിച്ചാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നമ്മുടെ 1ാമത്തെ പാഠത്തിലാണ്. ജട്ട് പട്ട് ഹൗർ നട്ട്ഖട്ട് കഹാനി കാ യഹ് അംശ് പഠേ പ്രശ്ന 6 to 7 के उत्तर लिखे. ജട്ട്പട്ടിൻ്റെയും നട്ട്ഖട്ടിൻ്റെയും പാഠത്തിൽ ഒരു പാസേജ് തന്നിട്ടുണ്ട്. 6 മുതൽ 7 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഇതിൽ നിന്നാണ് ഉത്തരം എഴുതേണ്ടത്. അപ്പോൾ 6ാമത്തെ ചോദ്യം വളരെ സിമ്പിളായിട്ടുള്ളൊരു ഗ്രാമറാണിത്. ഒരു എക്സാമ്പിൾ തന്നിട്ട് നമ്മൾ അതേപോലെ എഴുതാൻ വേണ്ടത്. അപ്പോൾ നട്ട്ഖട്ട് ധീരെ ചൽത്താ ഹേ. നട്ട്ഖട്ട് പതുക്കെ നടക്കുന്നു. അപ്പോൾ അത് ഇങ്ങനെ വന്നു, നട്ട്ഖട്ട് ധീരെ ചൽ രഹാ ഹേ. നട്ട്ഖട്ട് പതുക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ജട്ട്പട്ട് ഔർ നട്ട്ഖട്ട് ഏക് സാത്ത് പഹുഞ്ചത്തെ ഹേ. അവിടെ 2 ആളുണ്ട് അല്ലേ. അപ്പോൾ പഹുഞ്ചത്തെ ഹേം എന്ന് വന്നു. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? ജട്ട്പട്ട് ഔർ നട്ട്ഖട്ട് ഏക് സാത്ത് പഹൂഞ്ച് രഹേ ഹേം എന്നാണ് എഴുതേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, മാം കി ഹിദായത്ത് ക്യാദി. എന്തായിരുന്നു അമ്മയുടെ നിർദ്ദേശം? അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് പാസേജിലുണ്ട്. അപ്പോൾ ഹിദായത്ത് എന്നുള്ള സെൻറ്റൻസ് എവിടെയാണ് വരുന്നത്, ആ സെൻറ്റൻസ് എടുത്ത് എഴുതുക. അപ്പോൾ ഇതാ ലാസ്റ്റ് ഉണ്ട് അല്ലേ നമ്മുടെ ഇതാ, മാം കി ഹിദായത്ത് ദി കി ജട്ട്പട്ട് കോ ചോട്ടെ ഭായ് കാ ധ്യാൻ രഖ്നാ ഹേ നട്ട്ഖട്ട് കോ അപ്നെ സാത്ത് ഹി രഖ്നാ ഹേ. അപ്പോൾ ഇതാ ഈ ഒരു ഇവിടുന്ന് മുതൽ മാം കി മുതൽ അവസാനം വരെയാണ് എഴുതേണ്ടത് കേട്ടോ. അപ്പോൾ അത് സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജൻ ജൻ കാ ചെഹര കവിത കിയെ പങ്ക്തിയാം പടേ ഔർ 8 से 10 तक के प्रश्नों के उत्तर लिखे. നമ്മുടെ ജൻ ജൻ കാ ചെഹര ഏക്ക് എന്ന പാഠത്തിലെ ഒരു 4 വരി തന്നിട്ടുണ്ട്. ഇനി നമ്മൾ 8 മുതൽ 10 വരെ ഈ വരികളെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻ. 8ാമത്തെ, ജൻ ജൻ കാ ചെഹര കവിത കെ കവി കോൻ ഹേ. കവി ആരാണെന്നാണ് ആൻസർ, മുക്തിബോധ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ബഹുത്തി ബഹാത്തി ഹുയി ജിന്ദഗി കി ധാര കാ മത്ലബ് ക്യാ ഹേ. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ ആ കുത്തൊഴുക്ക് എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഓപ്ഷൻസ് ഉണ്ട്. ജനത കി പ്രതീക്ഷ, ജീവൻ കാ പ്രവാഹ്, ജനത കി വേദന, ജീവൻ കാ സംഘർഷ്. ഇതിൽ ആൻസർ ജീവൻ കി പ്രവാഹ് എന്നാണ് കേട്ടോ.
അടുത്തത് കവി ഔർ കവിത ക പരിചയ ദേത്തെ ഹുയെ കവിതാംശിക ആശീലികി. നമ്മുടെ ജൻ ജൻ ക ചെഹറ ഏക് എന്ന പാഠത്തിൻ്റെ ടിപ്പണി എഴുതാൻ, അതായത് ആശയം എഴുതാൻ നമുക്ക് ഈ പ്രാവശ്യം ഉറപ്പായിട്ടും വരും. അപ്പോൾ അത് പഠിച്ചു വയ്ക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഗർ പേട് ഔർ താരെ കി യാദ് കഹാനി കാ യഹ് അംശ് പഠേ 11 ഔർ 12 ഉത്തർ ലിഖിए. നമ്മുടെ ഗർ ഔർ പേട് താരെ കി യാദ് എന്ന പാഠത്തിൽ ഒരു പാസേജ് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് 11ഉം 12നും ഉത്തരം എഴുതാനാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, കോഷ്ടക സെ സഹി ശബ്ദ് ചുൻകർ വാക്യക്കു ആകെ ബഡായും. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് എടുത്തിട്ട് ഈ സെൻറ്റൻസുകൾ മുന്നിലേക്ക് കൂട്ടി എഴുതാനാണ്. അതായത് വാക്യ പിരമിഡാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ബച്ചോംനെ സിദ് നഹീം ചോടി. അപ്പോൾ വീണ്ടും അടുത്തത് ബച്ചോംനെ ലൗട്ടിനേക്ക് സിദ് നഹീം ജോഡി. അപ്പോൾ അവസാനം സിദ് നഹീം ജോഡി എന്നാണ് രണ്ടിലും വന്നത്. അപ്പോൾ നമ്മൾ 3ലും 4ലും ഒക്കെ എന്ത് ചെയ്യണം? ലാസ്റ്റ് സിദ് നഹീം ജോഡി. ഇനി ആദ്യം നമുക്ക് ഗർ എന്ന് യൂസ് ചെയ്യാം. പിന്നെ ഇതിൽ സബ്ജക്റ്റ് ബച്ചോം എന്നാണ് ആദ്യം. അപ്പോൾ ഒന്നാമത്തേലും ആദ്യം ബച്ചോം എന്നാണ്, രണ്ടാമത്തേലും ആദ്യം ബച്ചോം എന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 3ഉം 4ലും ആദ്യത്തെ വരി ബച്ചോം എന്ന് തന്നെ എഴുതണം. അപ്പോൾ ബച്ചോംനെ घर लौटने की सिद्ध नहीं जोड़ी. लास्ट बच्चों ने अपने घर लौटने की सिद्ध नहीं जोड़ी. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിന് 2 മാർക്കാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ പട്കഥ എഴുതാനാണ്. പ്രസ്തുത പ്രസംഗ പർ പട്കഥാക്ക ഏക് ദൃശ്യ ലിഖിए. അല്ലെങ്കിൽ അഥവാ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ अपने देश लौट जाने के बारे में बच्चों के बीच की बातचीत. കുട്ടികൾ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാം. അതല്ലെങ്കിൽ പട്കഥ എഴുതാനാണ്. പട്കഥ എങ്ങനെ എഴുതേണ്ടതെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒന്നും കൂടി ഓർമ്മപ്പെടുത്താണ്. പട്കഥ എഴുതുമ്പോൾ ആദ്യം ഹെഡിങ് പട്കഥ എന്ന് കൊടുക്കണം. സീൻ എത്ര നമ്പർ കൊടുക്കുക. സീൻ 1 ആണെങ്കിൽ സീൻ 1 എന്ന് എഴുതുക. പിന്നെ സ്ഥാൻ എന്നുള്ളിടത്ത് സ്ഥലപ്പേര് കൊടുക്കാം. നമുക്ക് ഫിൻലൻഡ് കൊടുക്കാം, അല്ലെങ്കിൽ ഗർ എന്ന് കൊടുക്കാം, രാജസ്ഥാൻ എന്നൊക്കെ കൊടുക്കാം. പിന്നെ സമയം നമുക്ക് കൊടുക്കാം. അത് കഴിഞ്ഞാൽ കഥാപാത്രം ആരൊക്കെയാണ്, പിന്നെ അവരുടെ വേഷഭൂഷ എന്താണ്, അവരുടെ വേഷഭൂഷ കഴിഞ്ഞാൽ അവരുടെ കോൺവെർസേഷൻ എഴുതുക. ലാസ്റ്റ് ദൃശ്യസമാപ്തി എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ പട്കഥയായി. അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ, ഫൂലിലെ കുറച്ച് വരികൾ തന്നിട്ട് 11 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. ബഹാർ കാ സമാനാർത്ഥി ശബ്ദ് ചുനെ. ബഹാർ എന്നതിൻ്റെ സെയിം അർത്ഥം എന്ന് പറയുന്നത് ബസന്താണ്. അടുത്ത 14, संकेतों की सहायता से पर्यावरण सुरक्षा के विषय पर ലഘു തയ്യാർ കരി. 4 പോയിന്റ്സ് തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു ലഘു ലേഖനം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രകൃതി സംരക്ഷണ വിഷയ पर एक പോസ്റ്റർ തയ്യാർ കരി. പ്രകൃതി സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ച് ഒരു പോസ്റ്റർ എഴുതാനാണ്. ഈ പോസ്റ്റർ എഴുതാൻ നമുക്ക് ഇവിടെ മുകളിൽ കൊടുത്തിട്ടുള്ള ഓരോ പോയിന്റ്സും നമുക്ക് ഈ പോസ്റ്ററിൽ യൂസ് ചെയ്തിട്ട് ബോക്സ് വരച്ചാലും ഫുൾ മാർക്ക് കിട്ടും. ഇതിലുള്ള ഓരോ പോയിന്റ്സും ബോക്സിനകത്ത് നല്ല ഡിസൈനൊക്കെ കൊടുത്ത് എഴുതിയിട്ട് ബോക്സ് വരച്ചാൽ പോസ്റ്ററായിട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ പാഠത്തിൽ ഒരു പാസേജ് തന്നിട്ട് 4 സഹി പ്രസ്താവ് ചുൻകർ ലിഖിए. ഈ 15ാമത്തെ ക്വസ്റ്റ്യൻ വളരെ വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഇത് നമുക്ക് ഒട്ടും പഠിക്കാത്ത, ഒട്ടും ഒന്നും അറിയാത്ത കുട്ടികൾക്ക് വരെ ആദ്യത്തെ 4 ഇതിൻ്റെ ആൻസർ എഴുതി വെച്ചാൽ 3 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അതായത് ഇത് വായിക്കാതെ തന്നെ ആദ്യത്തെ 4 എഴുതി വെച്ചാൽ ഉറപ്പായിട്ടും 3 മാർക്ക് കിട്ടും. നമുക്ക് നോക്കാം ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്ന്. ഗാന്ധിജിനെ വൈസ്രോയ്ക്ക് ആമന്ത്രൺ സ്വീകാർ കിയ. അത് ശരിയാണ്. അടുത്ത് മൗണ്ട് ബാറ്റനെ ചായ് പാർട്ടിക്ക് സാരാ സിമ ഗുദ് ലിയ. മൗണ്ട് ബാറ്റനാണ് ആ ചായ് പാർട്ടിയുടെ എല്ലാ ഉത്തരവാദിത്വം ഏറ്റെടുത്തത്. അല്ല, അപ്പോൾ തെറ്റാണ്. 3, ഗാന്ധിജിക്ക് ഗഡി റെയിൽഗാഡിമേ കിസീനെ ചുരാലി. ഗാന്ധിജിയുടെ വാച്ച് തീവണ്ടിയിൽ വെച്ച് ആരോ മോഷ്ടിച്ചു. അതും ശരിയാണ്. അടുത്തത് മൗണ്ട് ബാറ്റൻ കെ സമാനമേയും പൂരെ ഹിന്ദുസ്ഥാൻ മേ ഏക് ഹി റൂം കൂളർ ഥ. മൗണ്ട് ബാറ്റൻ്റെ സമയത്ത് ആ പൂരെ ഹിന്ദുസ്ഥാനിൽ തന്നെ ഒരേ ഒരു റൂം കൂളറേ ഉണ്ടായിരുന്നുള്ളൂ. അടുത്തത് ഗാന്ധിജി ചായ് പാർട്ടി മേ അപ്പന ഗാന സാത്തിലായി. ഗാന്ധിജി ചായ് പാർട്ടിയിൽ ഫുഡ് കൊണ്ടുവന്നു. ലാസ്റ്റ് 1, ഗാന്ധിജി അപ്പനി ഗഡി ജേബ് മേ രഖ്തേ ഹി. ഗാന്ധിജി വാച്ച് പോക്കറ്റിലാണ് ഇടുന്നത്. അത് തെറ്റാണ് അല്ലേ? അപ്പോൾ ഇതിൽ ഏതൊക്കെ തെറ്റെന്നും ഏതൊക്കെ ശരിയെന്നും മനസ്സിലായല്ലോ. അപ്പോൾ കണ്ണടച്ചിട്ട് ആദ്യത്തെ 4 എഴുതി വെച്ചാൽ 3 മാർക്ക് കിട്ടും കേട്ടോ. അടുത്തത് വീണ്ടും ഗർ പേട് ഔർ താരക്കി. അതിലെ പാസേജ് തന്നിട്ടുണ്ട്. ലഡ്കനെ അപ്പനി ഔർ ബഹൻ കി രക്ഷ കെ ലിയെ ക്യാ കിയ. ആൺകുട്ടി പെങ്ങളുടെയും അതുപോലെ തൻ്റെയും ജീവൻ രക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു.
എന്തൊക്കെ ചെയ്തതെന്ന് നമ്മുടെ ഈ ഒരു പാസേജിൽ കൊടുത്തിട്ടുണ്ട്. ബഹൻ കി രക്ഷാ കെ ലിയെ മുതൽ കേട്ടോ, ലഡ്ക്കേനെ. അപ്പം ഇനി ഇവിടെ ആ സെക്കൻഡ് സെൻറ്റൻസ് കേട്ടോ, ലഡ്ക്കേനെ മുതൽ രക്ലി വരെയാണ് അതിൻ്റെ ആൻസർ എഴുതേണ്ടത്. അടുത്ത 17 സങ്കേതം കി സഹായത സെ ബായിക്ക് ചരിത്ര വിശേഷതാവ് ടിപ്പണി ലിഖിം. ഈ പോയിന്റ്സ് വായിച്ചിട്ട് ആ സഹോദരനെ കുറിച്ചിട്ട് ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് കേട്ടോ. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ 17 ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ ചെയ്തു. ഇതിൻ്റെ ആൻസർ കീയും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നത് കാണിക്കാം, എല്ലാവരും പെട്ടെന്ന് നോക്കിക്കോളൂ. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസർ കീ. അപ്പോൾ കൂട്ടുകാരെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.